ഗൈസ് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്, ഞാൻ എല്ലാം നിർത്താൻ പോവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ കേട്ടിട്ടൊന്ന് പറ, എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് കേൾക്കണം. ഈ ഒരു വീഡിയോക്ക് മാത്രം നിങ്ങളൊന്ന് ഫുള്ള് കാണുക, നിങ്ങളൊന്ന് ഫുള്ള് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, എൻ്റെ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഈ വീഡിയോ മാത്രം നിങ്ങളൊന്ന് ഫുള്ള് കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ്സിലാണ്. ഫുള്ളൊന്ന് കേൾക്കണം കേട്ടോ പ്ലീസ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും ചിലപ്പോൾ. അതാണ് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ടിക്ടോക്ക് ഉണ്ടാകുന്ന ടൈമിലാണ് എൻ്റെ വീഡിയോ സ്റ്റാർട്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് നമ്മളാണ് ടിക്ടോക്ക് വന്നപ്പോൾ കുറേ വീഡിയോ എടുത്ത്. അപ്പോൾ ആദ്യമൊന്നും റീച്ച് ആകുന്നില്ലായിരുന്നു. പിന്നീട് അത്യാവശ്യം റീച്ചായി തുടങ്ങിയപ്പോൾ ക്ലാസ്സിൽ ചെന്നപ്പോൾ അപ്പോൾ 9ലായി 10ലായി. പിന്നെ ക്ലാസ്സിൽ ചെന്നപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ ഒരുമാതിരി കളിയാക്കൽ. അപ്പുറത്തെ ഡിവിഷനിൽ നിന്ന് വന്ന ആൾക്കാർ വരെ, അപ്പുറത്തെ ഡിവിഷനിൽ, അപ്പുറത്തെ ക്ലാസ്സിൽ, അപ്പുറത്തെ സ്കൂളിലെ ആൾക്കാർ വരെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി. കാരണം ടിക്ടോക്ക് ചെയ്യുന്ന ആളെ ടിക്ടോക്ക് ചെയ്യുന്ന ആൾ എന്താണ് കാണിച്ചു കൂട്ടുന്നുള്ള. അപ്പോൾ നമുക്ക് അന്നൊന്നും പക്വതയില്ല, വിവരമില്ല, പക്വതയില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈമിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടും, എന്തൊക്കെ ആൾക്കാർ റീച്ചാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് അപ്പോൾ കുറേ ആൾക്കാർ മോക്ക് ചെയ്ത്, കുറേ ആൾക്കാർ കളിയാക്കി, അങ്ങനെ തന്നെ കുറേ കാര്യങ്ങൾ. അപ്പം എനിക്ക് ആ ടൈമിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബിഗ്ഗസ്റ്റ് പ്രണയമാണ്. പ്രണയം എന്ന് പറയുമ്പോൾ ഞാനൊരു ദിവസം എന്താ പറയുക, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിക്കറ്റ് കളി. ഞാൻ ആണെങ്കിൽ ക്രിക്കറ്റ് എപ്പോഴും പുറത്തെന്ന് പറയുമ്പോൾ എപ്പോഴും പുറത്തും വെയിൽ കൊണ്ട്. ഈ കളറൊന്നും അല്ലായിരുന്നു എനിക്ക്, ഭയങ്കര അത്യാവശ്യം നല്ല വെളുത്തിട്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം കുറച്ചൊക്കെ വെളുത്തിട്ടായിരുന്നു. എല്ലാ ടൈമിലും വെയിലത്തിരുന്ന് ക്രിക്കറ്റ് കളി. എനിക്ക് ഫുട്ബോൾ ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫുട്ബോൾ ഇഷ്ടമാണ്, ഫുട്ബോൾ കാണുന്നത് ഇഷ്ടമാണ്, ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടമല്ല. ആ ഒരു ലാസ്റ്റ് കളിക്ക് ശേഷം ഞാൻ ഫുട്ബോൾ തൊട്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ എൻ്റെ ഒരു കഥയാണ്, ഞങ്ങൾ കളിച്ചിട്ടിരുന്ന കളിച്ചിട്ടിരുന്നപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് ഒടിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പൈസ ഇല്ല, അന്നൊന്നും വാങ്ങാൻ പൈസ ഇല്ല. അന്നെന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 5-6 വർഷം മുമ്പായിട്ടുള്ള കേട്ടോ, 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടിരുന്ന ടൈമല്ലേ. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാൻ പൈസ ഇല്ല. അപ്പോൾ നമ്മൾ സാറിന് പിടി ഒട്ടിച്ചെടുക്കല പരിപാടി. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരൻ കൂടി ഒരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ദാഹിച്ചിട്ട്, പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ എനിക്കും ദാഹിച്ചപ്പോൾ ഞാൻ ഒരു വെള്ളം ചോദിച്ചപ്പോൾ, പിന്നെ ആ വീട്ടിൽ നമ്മൾ തടി പണിയാൻ നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ വീട്ടിലായിട്ട് ചെന്നപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ ഒരു പെങ്കൊച്ച് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, പിന്നെ തലയിൽ നമ്മൾ നമ്മുടെ കുളിച്ചൊക്കെ കഴിഞ്ഞ് തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടി ഒരുമാതിരി ആ ഒരു ഫീല് വരത്തില്ല. അങ്ങനെ ഫീല് വന്നപ്പോൾ ഞാനിങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് കൊള്ളാം. എനിക്ക് ഒപ്പം തന്നെ ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ലവ്, എൻ്റെ ലവ് കേട്ടോ, അവരുടെ ലവ് അല്ല, എൻ്റെ ലവ്, ഫസ്റ്റ് ലവ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ പിന്നെ ഇതായി ചിന്ത, ആ ടൈമിലാണ് എന്നും നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു ഇതിറങ്ങി, ഒരു സിനിമ ഇറങ്ങി പൃഥ്വിരാജിൻ്റെ. ഞാൻ ഡെയിലി ബാത്റൂമിലല്ലേ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ തലയിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നീലേനായി പടച്ച പെണ്ണെ, ആ പാട്ട് പാടിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുളിക്കാറുള്ളൂ. അപ്പോൾ ഡെയിലി ഇപ്പോൾ ട്യൂഷന് പോകുമ്പോഴായാലും എല്ലാ കാര്യത്തിലും പോകുമ്പോൾ സൈക്കിൾ ഇങ്ങനെ പുറകെ പോകും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ലവ് പോലെ ഇൻസ്റ്റാഗ്രാമും മറ്റേതൊന്നും അല്ല. പണ്ടെന്ന് പറയുമ്പോൾ അത്ര പണ്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് 24 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ പണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ പുറകെ പോകും, ശല്യപ്പെടുത്തും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് കുറേ അപ്പൂപ്പനുള്ളി അമ്മൂമ്മക്കുള്ളിയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്, ചരിതാർത്ഥ്യമൊക്കെ എനിക്കുണ്ട്, അങ്ങനത്തെ കുറേ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുറകെ കിടന്ന് അപ്പോൾ 10ാം ക്ലാസ് ആയിട്ട് 8 കഴിഞ്ഞ് 9 കഴിഞ്ഞ് 10ാം ക്ലാസ്സായി. ഈ 10ാം ക്ലാസ് ആയപ്പോൾ അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, അപ്പോൾ ഈ കൊച്ചിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഈ കൊച്ചിൻ്റെ വീട്ടുകാരാണ് ഭയങ്കര ഇഷ്ടം. ഈ കൊച്ചിന് അങ്ങനെ റിലേഷൻഷിപ്പിന്, ഈ കൊച്ചിന് ലവിനോടൊന്നും താല്പര്യമില്ല. ഫസ്റ്റ് ലവ് ആണ്, ആലോചിക്കണം, എൻ്റെ ഫസ്റ്റ് ലവ് ഇസ് ബെസ്റ്റ് ലവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കസിൻ ചേച്ചീനെ കൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ വിട്ട്, എൻ്റെ വീടിൻ്റെ കുറച്ച് ദൂരത്തെ വീട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ കസിൻ ചേച്ചീനെ കൊണ്ട് എൻ്റെ വീട്ടിലായിട്ട്, ആ കൊച്ചിൻ്റെ വീട്ടിലായിട്ട് വിട്ട്. അപ്പോൾ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നീ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയാൽ അവൾ നോക്കാമെന്ന് പറഞ്ഞു. 10ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിയാൽ നോക്കാമെന്നാ. അപ്പം ഞാൻ 7ാം ക്ലാസ് വരെയൊക്കെ ഞാൻ സ്കൂൾ ഫസ്റ്റ്, ക്ലാസ് ഫസ്റ്റ്, എനിക്ക് കിട്ടാത്ത അവാർഡ്സ് ഇല്ല. സ്കൂളിൽ തന്നെ ടോപ്പറായിരുന്നു. SNGM ശ്രീഗോകുലമാണ്, SNGM ആയിരുന്നു എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ ടീച്ചർമാരോടൊക്കെ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. ഈ ടീച്ചർമാരൊക്കെ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. ക്ലീന ടീച്ചർ, ഉമ്മ ടീച്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ച് അപ്പോൾ ഞാൻ ചേച്ചിയുടെ വർത്താനം കേട്ടത് മുതൽ പഠിത്തം തുടങ്ങി. ഭയങ്കര പഠിത്തം എന്ന് പറയുമ്പോൾ ഭയങ്കര പഠിത്തം. പിന്നെ പുറത്തോട്ടിറങ്ങാത്ത രീതിയിൽ 10ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള രീതിയിൽ ഭയങ്കര പഠിത്തം പിടിച്ചു. അപ്പോൾ ഞാൻ 8ലും 9ലും കുറച്ച് ഉഴപ്പായിരുന്നു. 7 വരെ ക്ലാസ് ഫസ്റ്റും സ്കൂൾ ഫസ്റ്റും ആയിരുന്നെങ്കിലും 8ലും 9ലും നമ്മൾ ഗവൺമെൻറ് സ്കൂളിലോട്ട് ചേക്കേറുമല്ലോ. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് സ്കൂളിലെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ നല്ല രീതിയിൽ ഉഴപ്പി. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ പഠിക്കത്തില്ല, ബാക്ക് ബെഞ്ചിൽ കൂടെ ഇരുന്ന് ഉഴപ്പി
പുതിയ കേൾക്കാത്ത തെറികൾ പഠിക്കാൻ തുടങ്ങി, പുതിയ കേൾക്കാത്ത വേർഡ്സ് വരെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. എന്നാലും തെറി അങ്ങനെ ചെറുതായിട്ടൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളൊരു CBSE സ്കൂളിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളിലോട്ട് പോകുമ്പോൾ ഒരു ഇരുന്നില്ലേ, അതൊക്കെ എന്താണെന്ന് ഞാൻ അറിയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒട്ടും പഠിക്കാതെ സബ്ജക്റ്റിൻ്റെ പേര് പോലും അറിയാതെ CBSE നിന്ന് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഉഴപ്പം കൂടി ആകുമ്പോൾ ഒന്നും അറിയാതെ ഒരു സാമാന്യ സബ്ജക്റ്റിൻ്റെ പേര് അറിയാമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇത് എന്താണ് പുറത്തുനിന്ന് ആ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ CBSE പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ സ്റ്റേറ്റിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ. അപ്പോൾ 10ാം ക്ലാസ് ആയി 8, 9 കുഴപ്പി നല്ലപോലെ ഒന്നും 1 മാർക്കില്ലെന്ന് 2 മാർക്ക് 0 മാർക്ക് എനിക്ക് ചരിത്രത്തിൽ കിട്ടി. 50ൽ 50 കിട്ടിയെന്ന് 0 മാർക്ക് കിട്ടിയില്ലാട്ടുള്ള ജേണി ഒട്ടും ഇതല്ലായിരുന്നു, ഒട്ടും വിദൂരമല്ലായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ എടാ എന്നെ അജു എന്നാണ് വിളിക്കുന്നത് കേട്ടോ എല്ലാവരും. എന്നെ അജുക്കുട്ട എന്നൊക്കെ എല്ലാവരും വിളിക്കും. നിങ്ങൾ എങ്ങനെ വിളിക്കണമെന്ന് വിളിച്ചോ, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ളവർ അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ എൻ്റെ എടാ അജുക്കുട്ട അവള് പറഞ്ഞ്, ഞാൻ ചേച്ചിനെ വിട്ടായിരുന്നല്ലോ. അപ്പോൾ അവള് പറഞ്ഞടാ മറ്റേ എന്താ പറയുക, നീ പഠിച്ച നല്ലപോലെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി അവൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു നല്ലപോലെ പഠിച്ച് 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ഒരു 6 A+, ഒരു 3 Aയും, മാത്സിന് ഇച്ചിരി കുറഞ്ഞു വേണ്ടി C+ ആണെന്ന് C+ വാങ്ങിച്ചു. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷ. കാരണം ഞാൻ അവൾക്ക് വേണ്ടിയായിരുന്നു പഠിച്ചു പറയാം, എന്നോട് ഇഷ്ടമാണെന്ന് പറയുമല്ലോ, അടിപൊളി പ്രതീക്ഷ. അപ്പോൾ റിസൾട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ മിണ്ടാറുന്നില്ല. നമുക്ക് ഇൻട്രോവേർട്ടാണ് ഈ കാര്യത്തിൽ ഇൻട്രോവേർട്ട്നെസ് ഇല്ലെങ്കിലും ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഞാൻ. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, 10ാം ക്ലാസ്സിലൊക്കെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിന് എനിക്ക് എൻ്റെ മുഖമൊക്കെ മാറി. കാരണം അവൾ പറഞ്ഞെന്നാണ് പറഞ്ഞത്, 10ാം ക്ലാസ്സിലൊക്കെ തന്നെ മാർക്ക് കിട്ടിയ എന്നെ ഇഷ്ടമെന്ന് പറയാം. പെട്ടെന്ന് ഞാൻ എൻ്റെ ചേച്ചിനോട് തന്നെ ചോദിച്ചു, അല്ല എടി എന്നാണ് ഞാൻ വിളിക്കുന്നത്, എടി പോടി എന്നൊക്കെ വിളിക്കും. എടി ഇങ്ങനെ പറഞ്ഞല്ല, പിന്നെ 10ാം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിച്ച് കിട്ടിയ ഇഷ്ടമാണെന്ന് പറയാമെന്ന് പറഞ്ഞല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ മുഖമൊക്കെ മാറി, ചേച്ചിയുടെ മുഖമൊക്കെ മാറിയിട്ട് ചേച്ചീനോട് പറയാം, അത് നീ നല്ലപോലെ പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കള്ളമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഞാൻ മണ്ടനു ആയെന്നുള്ള ചിന്ത എനിക്ക് ആ ടൈമിലൊക്കെ നമുക്ക് അപ്പോൾ എനിക്ക് ചേച്ചിയോട് ദേഷ്യം തോന്നി, നല്ല ദേഷ്യം തോന്നി. പിന്നീട് 2 വർഷം കഴിയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് +2 അഡ്മിഷൻ കിട്ടുമല്ലോ. അപ്പോൾ +2 അഡ്മിഷൻ കിട്ടിയപ്പോൾ എനിക്ക് ചേച്ചിയോട് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ടല്ല ഞാൻ ആ ടൈം ഇരുന്ന് പഠിച്ചത്. അല്ലെങ്കിൽ ഞാൻ 8ലും 9ലും പോയാൽ ഞാൻ നല്ല രീതിയിൽ ഉഴപ്പത്തില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ജേണി കിടക്കുവാണ്. +1 +2ലാണ് ശരിക്കുള്ള ജേണി കിടക്കുന്നതിൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമാണെന്നുണ്ട്. എൻ്റെ ലൈഫിലൊരു ജേണിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആകാൻ പറ്റുന്നൊരു ജേണി, ഇതൊരു സ്റ്റോറി പോലെ കേട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എൻ്റെ +1 +2 കയറി, അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ നിർത്താൻ വേണ്ടിയുള്ള കാരണം, അതുപോലെ തന്നെ കുറേ ട്രോമാസും കുറേ ചീത്ത സംഭവങ്ങളും ചെറിയ നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് വീഡിയോ വേണമെന്ന് എൻ്റെ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവരും നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ എനിക്ക് അതിനകത്തോട്ടുള്ള മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല ഞാൻ ഈ കിടന്ന് വായിട്ടലച്ച് നിങ്ങളത് കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് പോവും, നിങ്ങളെ ഒരു മൂഡ് പോവും. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുള്ള കാര്യം തന്നെ കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ സെക്കൻഡ് പാർട്ട് വേണമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ടാറ്റാ, ലവ് യു ഓൾ. എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്.